മറ്റു ചെറിയ രാജ്യങ്ങളോട് കാണിക്കുന്നത് പോലെ ഇന്ത്യയോട് പെരുമാറിയാൽ വലിയ തിരിച്ചടി ഉണ്ടാകുമെന്ന യുഎസിന് മുന്നറിയിപ്പുമായി സാമ്പത്തിക വിദഗ്ധൻ റിച്ചാർഡ് വോഫ്. യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഇന്ത്യയോടുള്ള സമീപനം യുഎസിന് തിരിച്ചടിയുണ്ടാക്കുമെന്നാണ് റിച്ചാർഡ് ഫോബിന്റെ മുന്നറിയിപ്പ്. ന്യൂയോർക്കിലെ ന്യൂ സ്കൂൾ യൂണിവേഴ്സിറ്റി പ്രൊഫസറും പ്രമുഖ സാമ്പത്തിക വിദഗ്ധനുമാണ് റിച്ചാർഡ് ഫോബ്. റഷ്യൻ മാധ്യമ പ്രവർത്തകൻ റിക് സാൻഷയുമായി നടത്തിയ സംഭാഷണത്തിലാണ് റിച്ചാർഡ് വോഫ് ഇക്കാര്യം വ്യക്തമാക്കിയത്. മധ്യേഷ്യയിലെ ലെബനോൻ പോലുള്ള ചെറിയ രാജ്യങ്ങളോട് ഇടപെടുന്നത് പോലെയല്ല ഇന്ത്യയോട് പെരുമാറേണ്ടത്. ജനസംഖ്യയുടെ കാര്യത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യമാണ് ഇന്ത്യ. റഷ്യയുമായി ദീർഘകാല ബന്ധമുള്ള ഇന്ത്യക്കെതിരെ താരിഫ് ഭീഷണിയുമായി മുന്നോട്ട് പോകാനാണ് ട്രംപിന്റെ തീരുമാനമെങ്കിൽ നിങ്ങൾ വ്യത്യസ്തമായൊരു എതിരാളിയെയാണ് നേരിടേണ്ടി വരിക എന്ന് റിച്ചാർഡ് ഫോബ് പറഞ്ഞു. ഇന്ത്യക്കെതിരെ സമ്മർദ്ദം തുടർന്നാൽ അവർ ബ്രിക്സ് ഉൾപ്പെടെയുള്ള സമാന്തര സംഘടനകളോട് കൂടുതൽ അടുക്കും. പാശ്ചാത്യ ഉപരോധം വന്നപ്പോൾ സ്വന്തം ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ റഷ്യ പുതിയ രാജ്യങ്ങളെ കണ്ടെത്തിയതുപോലെ ഇന്ത്യയും ശ്രമിക്കും. യുഎസിന് പകരം ബ്രിക്സ് രാജ്യങ്ങളുമായുള്ള വ്യാപാരം വർദ്ധിക്കും. അത് ബ്രിക്സ് കൂട്ടായ്മയെ ശക്തിപ്പെടുത്താനും വളർത്തുന്നതിലേക്കും നയിക്കും. ട്രംപിന്റെ നയങ്ങൾ ബ്രിക്സിനെ കൂടുതൽ ശക്തിപ്പെടുത്തുകയും വളർത്തുകയും ഒന്നിപ്പിക്കുമെന്നും അങ്ങനെ പാശ്ചാത്യ രാജ്യങ്ങളെക്കാൾ വിജയകരമായൊരു സംവിധാനമായി ബ്രിക്സ് മാറുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. പാശ്ചാത്യ ഉപരോധം വന്നപ്പോൾ സ്വന്തം ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ റഷ്യ പുതിയ രാജ്യങ്ങളെ കണ്ടെത്തിയതുപോലെ ഇന്ത്യയും ശ്രമിക്കും. യുഎസിന് പകരം ബ്രിക്സ് രാജ്യങ്ങളുമായുള്ള വ്യാപാരം വർദ്ധിക്കും. വ്യാപാര കരാറിൽ ഏർപ്പെടുന്നതിനായി നിർബന്ധിക്കാനാണ് യുഎസ് ഇന്ത്യക്കെതിരെ ആദ്യം 25% നികുതി ചുമത്തിയത്. ഇതിനു പുറമെ റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങി യുക്രൈൻ യുദ്ധത്തിൽ റഷ്യയെ സഹായിക്കുന്നുവെന്ന് ആരോപിച്ച് വീണ്ടും 25% കൂടി നികുതി ചുമത്തി. ഈ സാഹചര്യത്തിലാണ് ട്രംപിന്റെ നയങ്ങൾ ഒടുക്കം യുഎസിന് തന്നെ തിരിച്ചടിയാകുമെന്ന മുന്നറിയിപ്പുമായി സാമ്പത്തിക വിദഗ്ധർ രംഗത്തു വരുന്നത്. അതേസമയം പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഏർപ്പെടുത്തിയ അധിക തീരുവയെ ചൊല്ലി ഇന്ത്യ അമേരിക്ക ഭിന്നത രൂക്ഷമായിരിക്കെ നരേന്ദ്രമോദി ജപ്പാൻ ചൈന രാജ്യങ്ങൾ സന്ദർശിക്കാനായി തിരിച്ചിട്ടുണ്ട്. മറ്റു രാജ്യങ്ങൾ വിപണി കണ്ടെത്താനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് ഈ യാത്ര. ഇതിന്റെ ഭാഗമായി 40ഓളം രാജ്യങ്ങളുമായി കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ ചർച്ച നടത്തിയെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ബ്രിട്ടൻ, ദക്ഷിണ കൊറിയ, ജപ്പാൻ, യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളുമായാണ് ചർച്ച നിലവിൽ നടത്തിയിട്ടുള്ളത്. വസ്ത്രോൽപ്പന്നങ്ങളുടെ കയറ്റുമതിക്ക് പ്രാധാന്യം നൽകിയാണ് കേന്ദ്ര സർക്കാർ വിവിധ രാജ്യങ്ങളുമായി ചർച്ച നടത്തുന്നത്. ചർച്ച നടത്തിയ 40 രാജ്യങ്ങളിലാകെ 59,000 കോടി ഡോളറിന്റെ തുണിത്തരങ്ങളാണ് പ്രതിവർഷം ഇറക്കുമതി ചെയ്യുന്നത് എന്നാണ് കണക്കുകൾ.